സുഖമായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നാം ഇവിടെ നോക്കാൻ പോകുന്നത് നാടൻ ചിക്കൻ ദം ബിരിയാണി എങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാം എന്നാണ്. എന്നാൽ നമുക്ക് കിച്ചണിലേക്ക് പോകാം. 1 കിലോഗ്രാം ബിരിയാണി അരിയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ ഒരു പാത്രം അരിയുണ്ട് നമുക്കിവിടെ. ഇതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ വെള്ളവും എടുക്കേണ്ടത്. ഒരു പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളം എന്നാണ് കണക്ക്. 1.5 കിലോഗ്രാം ചിക്കൻ ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇത് തനി നാടൻ ചിക്കൻ ആയതുകൊണ്ട് വേവുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം എടുത്ത് വേവിക്കണം. ഞാനിവിടെ കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത്. ചെറുനാരങ്ങയുടെ നീരെടുത്ത് നമ്മൾ അത് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. നെയ്യ് 100 ഗ്രാം, ഓയിൽ 100 ഗ്രാം, വെളുത്തുള്ളി 100 ഗ്രാം തൊലി കളഞ്ഞത് എടുത്ത് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇഞ്ചി 100 ഗ്രാം എടുത്ത് അത് തൊലി കളഞ്ഞ് ഇഞ്ചിയുടെ 100 ഗ്രാം എടുത്ത് അതിന് നല്ലോണം പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി ഒരു 70 ഗ്രാമിന്റെ അടുത്തെടുത്ത് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കൂടുതൽ പേസ്റ്റ് ചെയ്യേണ്ട, ഒന്ന് ക്രഷ് ചെയ്താൽ മതി. പച്ചമുളക് ഒരു 7, 8, 10 നമ്പറാണ് പച്ചമുളക് എടുത്തിരിക്കുന്നത്. ഞാനൊരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. കൊറിയാണ്ടർ ലീഫ്, അതായത് മല്ലിയില 1 കപ്പ് എടുത്തിട്ടുണ്ട്. പുതിന ഇലയും അതുപോലെ 1 കപ്പ് പുതിന ഇല എടുത്തിട്ടുണ്ട്. ഇനി മുളക് പൊടി ഒരു 3 സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെ ആവശ്യാനുസരണം അവർക്ക് എരിവ് കൂടുതൽ വേണ്ടവർ കൂടുതൽ എടുക്കാം. ഗരം മസാല 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. തക്കാളി ഒരു 350 ഗ്രാം, ഒരു 4-5 തക്കാളി എന്നുള്ള കണക്കിൽ എടുത്ത് ഞാനത് മിക്സിയിലിട്ട് അതൊന്ന് വെള്ളം ഒഴിക്കാതെ അതിന് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിക്കാൻ പാടില്ല, വെള്ളം ഒഴിക്കാതെയാണ് പേസ്റ്റ് ചെയ്ത് വെക്കേണ്ടത്. സവോള ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. അതൊരു ഏകദേശം അളവ് പറയുകയാണെങ്കിൽ 350 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിന് ചെറുതായി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ. അതിൽ ഞാൻ ചിക്കനൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുളക് പൊടി 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഗരം മസാല ഇട്ട് കൊടുക്കണം. ഒരു 1.5 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇനി അടുത്തത് വെളുത്തുള്ളി പേസ്റ്റ്, അതൊരു 2.5 സ്പൂൺ അത്ര വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. അടുത്തത് ഇഞ്ചി 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ചിക്കനിലൊക്കെ നല്ലോണം മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഈ ബാക്കിയുള്ള മസാലകളൊക്കെ നമ്മൾ ബിരിയാണിക്ക് മസാല ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുക്കണം. നമ്മൾ കുക്കറിലെല്ലാം ആവശ്യത്തിന് ഉപ്പും എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മളത് സ്റ്റവിൽ വെച്ചിട്ട് ഇനി ഒരു 4 വിസിൽ വന്നതിന് ശേഷം അത് നമ്മൾ എടുക്കണം. ഇനി ബിരിയാണി ചെമ്പ് അടുപ്പത്ത് വെച്ച് അത് ചൂടായി ഇനി ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ എടുത്ത് വെച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രാമ്പൂ, പട്ട അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. പച്ചമുളക് ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്. ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ സവാള ഇട്ട് കൊടുക്കുക. സവാള അരിഞ്ഞ് വെച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് ലൈറ്റ് ഗോൾഡൻ കളർ ആവണവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. കളർ മാറി വന്നിട്ടുണ്ട്. ഇതായിരിക്കും നമ്മൾ തക്കാളി, നമ്മൾ ജ്യൂസാക്കി വെച്ച തക്കാളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം അതിൻ്റെ പച്ചമുളകൊക്കെ പോയ പിന്നെ മല്ലിയില പുതിന ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം പച്ചമുളകൊക്കെ പോയതിനു ശേഷം വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയുള്ളി ക്രഷ് ചെയ്ത് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി വഴഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തു. അതൊക്കെ നന്നായി വഴഞ്ഞ് വന്നതിന് ശേഷം തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല മസാലയൊക്കെ നല്ല മിക്സായി നല്ല മണം വരുന്നുണ്ട്. നമ്മൾ എടുത്തു വെച്ചിട്ട് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നല്ല ആ വഴഞ്ഞ് വന്നതിൻ്റെ ഒരു മണം വരും. മസാലയുടെ ആ വഴറ്റടയിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. നല്ലോണം നമ്മളത് ഓരോന്നിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം.
നമ്മൾ വെള്ളം ഒഴിക്കാൻ പോകണം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ പാത്രത്തിലേക്ക് ഒരു പാത്രമാണ് നമ്മൾ അരി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ വേവിക്കാൻ വയ്ക്കുമ്പോൾ അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം അത് നമ്മൾ ആ ചിക്കൻ മാത്രം ഡ്രൈൻ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ആ വെള്ളം എടുത്തതിന് ശേഷം നമ്മളത് ഇതിലേക്ക് 1.5 പാത്രമാണ് മൊത്തത്തിൽ എടുക്കേണ്ടത്. ഇതിലിപ്പോൾ ഒരു പാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 പാത്രം വെള്ളവും കൂടെ ഞാനിത് ഒഴിക്കാൻ പോവുകയാണ്. 1/2 പാത്രം വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കറക്റ്റ് 1.5 പാത്രം വെള്ളം മതി. നമ്മൾ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, തക്കാളി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തക്കാളിയിൽ നമുക്ക് അതൊന്ന് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അതിൽ വെള്ളമുള്ള പോലെ ഉണ്ടാവും. അത് കറക്റ്റായിരിക്കും. ഇനി നമ്മൾ എടുത്ത് വെച്ച ചിക്കൻ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ അരി ഇട്ട് കൊടുക്കാൻ പോണ. അരി നമ്മൾ ആ വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് അരിയൊക്കെ എടുത്ത് കഴുകി കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് അത് നമ്മളത് ഡ്രൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് നമ്മളത് ഡ്രൈൻ ചെയ്ത് വെച്ചതാണ്. ഇനി നമ്മൾ ഈ അരി ഇട്ട് കൊടുക്കാൻ പോവാണ്. വന്നിട്ട് നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിയൊക്കെ ഡ്രൈൻ ചെയ്ത് വെച്ച അരിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. കൂടുതൽ ഇളക്കാൻ പാടില്ല, ഇളക്കി അരികൾ പൊട്ടാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ അടച്ചു വെക്കുക. അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ഇതിന്റെ അടുത്ത് തന്നെ നിൽക്കണം. എന്നിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം. എങ്ങനെയാണ് വെള്ളത്തിന്റെ വെള്ളത്തിന്റെ ലെവല് അറിയണം. ഇതുപോലെ ഒരു ദോശക്കല്ലുണ്ടെങ്കിൽ എടുത്തു വെക്കുക. ഇത് എൻ്റെ അടുത്തുള്ള ഒരു ഇരുമ്പിന്റെ പഴയ ദോശക്കല്ലാണ്. ഞാൻ ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് ദമ്മിലിടാൻ വേണ്ടിയിട്ട്. ഇത് വെച്ചിട്ടാണ് ഞാൻ ദമ്മിലിടാൻ പോകുന്നത്. കാണിച്ചു തരാം എങ്ങനെയാണ്. വെള്ളം ഏകദേശം നോക്കാം, നമുക്ക് വറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇതുപോലെ ഒരു കനമില്ലാത്ത ഒരു ചട്ടകം വേണം എടുത്ത് വെക്കാൻ. കാരണം അരിയൊന്നും പൊട്ടി പോവാതിരിക്കാനാണ്. നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ച് ഇളക്കി കൊടുക്കണം. ഇളക്കുമ്പോൾ സൂക്ഷിക്കണം. നമുക്ക് ഒന്നുകൂടെ അടച്ചു വെക്കാം. കുറച്ചുകൂടെ ഒന്ന് വെള്ളം വറ്റണത് വരെ. ഒന്നുകൂടെ തുറന്ന് നോക്കിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല ഇതിൽ വന്നിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കുറച്ചുകൂടെ മുകളിൽ കൊറിയാണ്ടർ ലീഫൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ ദമ്മിൽ വെക്കാൻ പോണ ദോശക്കല്ല് വെച്ചിട്ട് അതിന് മേലെ ബിരിയാണി ചെമ്പ് കയറ്റി വെച്ചിട്ടുണ്ട്. അതിന് മേലെ നമ്മളൊരു പാത്രത്തിൽ നോർമൽ വാട്ടർ വെറുതെ വെച്ചിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് സീറ്റിംഗ് ആയിട്ട് എയറൊന്നും വെളിയിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 20 മിനിറ്റാണ് നമ്മൾ ദമ്മിൽ വെക്കുക. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളത് സിമ്മിലാക്കി കൊടുക്കണം. 10 മിനിറ്റ് കഴിയുന്ന വരെ നമ്മൾ നോക്കണം. ആദ്യം ഫുള്ളിലാണ് വെക്കേണ്ടത്. വെച്ച് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളത് സിമ്മിലാക്കി കൊടുക്കണം. നമ്മൾ ദമ്മിൽ വെക്കുമ്പോൾ ടൈം നോക്കണം. കറക്റ്റ് 20 മിനിറ്റ് ആണ് നമ്മൾ ദമ്മിൽ വെക്കേണ്ടത്. ഇപ്പൊ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തുറന്നു നോക്കി ഇതൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇളക്കി നോക്കാം. വെള്ളമൊക്കെ പാകമാണ്. കറക്റ്റ് അളവാണ് വെള്ളത്തിന്റെ കാര്യത്തിലാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. വെള്ളമൊക്കെ കറക്റ്റായിട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാവും. എല്ലാം നല്ല വെന്ത് നല്ല ചിക്കനും എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നാടൻ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനിയും ഞങ്ങൾ പുതിയ വീഡിയോയുമായി തീർച്ചയായും ഉടൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും എന്നും ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.